ചാലക്കുടി മണ്ഡലം നിലനിർത്താൻ യു.ഡി.എഫും തിരിച്ചുപിടിക്കാൻ എൽ.ഡി.എഫും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ചാലക്കുടിയിൽ നിന്ന് മുഹസിന അസു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അന്തിമഘട്ടത്തിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുകയാണ് ചാലക്കുടിയിലെ വിവിധ സ്ഥാനാർത്ഥികൾ. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഇത്തവണ 2020 കൂടി കന്നിയംഗത്തിൽ ഇറങ്ങുന്ന ചാലക്കുടി ഇത്തവണ വലിയ രീതിയിൽ നിർണായകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടം തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് തുറന്ന വാഹനത്തിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ചാലക്കുടി മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന വാഹന പ്രചരണം വൈകുന്നേരം അങ്കമാലിയിലാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക എന്നതാണ്. മറ്റ് സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ തന്നെയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. സിറ്റിംഗ് MP ബെന്നി ബെഹനാനും ആലുവ ചൂർണിക്കരയിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണം മറ്റ് പരിപാടികളുമായി വലിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി M ഉണ്ണികൃഷ്ണനും വലിയ രീതിയിൽ ഈ പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ 2020 കൂടി മത്സരരംഗത്തുണ്ട്. അഡ്വക്കേറ്റ് ചാർലി പോളും അദ്ദേഹത്തിന്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. വിവിധ ഓട്ടോറിക്ഷകളിലായി ഉള്ള ഒരു പ്രചാരണവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയിലാണ് LDF. ഇക്കുറി സ്വന്തം സ്ഥാനാർത്ഥി CPM-ന്റെ സ്വന്തം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് കളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരം വലിയ രീതിയിൽ മുറുകും. മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബെന്നി ബെഹനാൻ MP. തന്റെ മണ്ഡലത്തിലെ പ്രകടനങ്ങളെല്ലാം തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ മണ്ഡലം കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് മുന്നണികളും അതുപോലെ 2020യും ഇവിടെ ജയിക്കുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ 2020 ഒരു തരത്തിലും വെല്ലുവിളിയാകില്ല എന്ന് തന്നെയാണ് LDF-ഉം UDF-ഉം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. ഇക്കുറി മണ്ഡലം നിലനിർത്താനാകുമെന്ന് ബെന്നി ബെഹനാൻ പറയുമ്പോൾ മണ്ഡലം UDF-ൽ നിന്ന് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ്.